Anyway, I have got a happy news for you. കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജുമായിരുന്ന രാധിക ഖേര പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. ഇല്ല ദേശീയ വക്താവുമല്ല, മീഡിയ ഇൻചാർജും അല്ല. വെറുതെ വന്ന് പറയണ്ട, ജസ്റ്റ് മീഡിയ കോർഡിനേറ്റർ ആണ്. നീ ജനിച്ചപ്പോ മുതൽ എനിക്കാ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തെറ്റ് വാർത്തയാ. ക്ഷമ വാർത്തയിലുള്ളതാണ് പറയുന്നത്. പെട്ടുപോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. എത്ര നാൾ സഹിക്കും? ഞാൻ നിങ്ങളെ എന്റെ പാർട്ടിയിലുണ്ടായ ഒരു വ്യക്തി, എനിക്കറിയാം അവരുടെ പൊസിഷൻ എന്താണ്. കൊടുത്ത കാശിന്റെ പണി ചെക്കനെ എടുക്കണ്ടല്ലോ. ഒരു സെക്കൻഡ് നിൽക്കൂ. RSS പറയുന്ന കാര്യമില്ല നീ പറയുന്ന എപ്പോഴും. അതെവിടുത്തെ ന്യായം? ക്ഷമ പേര് വിളിക്കൂ. ക്ഷമ അല്ലല്ല, ബഹുമാനത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ്. പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ക്ഷമ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ദേവീത്. നിനക്കെന്നൊക്കെയാണോ നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത്? നിനക്കതാ പറ്റുള്ളൂ പണിക്കർ. ഞാൻ ഒരൊറ്റ ക്ലാസ് പഠിക്കാതെ ഈ നിലയിലെത്തിയത് അത് നിനക്കറിയാവോ? അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ എന്നിട്ട് എന്ത് നല്ല പെരുമാറ്റം എന്ന് പറയായിരുന്നു. കോൺഗ്രസിന്റെ മൂല്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം മുതൽ ക്ലാസ്സിന് പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയൊക്കെ വേണ്ടേ? നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാരെ അഭിസംബോധന ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത് എന്ന് പഠിക്കണം. ഇവന്റെ ചേമ്പിലെ സ്വഭാവം കാരണം എനിക്ക് എടുത്തേക്കാൻ കുത്തുപാള പോലും ബാക്കി കാണണമെന്നാ തോന്നുന്നു. നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. രാധിക ഖേര പാർട്ടിയുടെ മറ്റാരോ ആണ് എന്ന് താങ്കൾ പറയുന്നു. പക്ഷെ ഞാൻ ഇവിടെ വായിച്ചത് ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. ക്ഷമയുടെ തിരുത്തലാണോ ഞാൻ കേൾക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കറിയില്ല. കാരണം നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷനാണ് പറഞ്ഞത്. അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല. ഞാൻ സുധാകരേട്ടനെ വേണേ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം എടുത്തോളാം. അപ്പൊ തൽക്കാലം ഒന്ന് അടങ്ങ്. അങ്ങനെ ഇപ്പൊ വേണ്ട, വിളിക്കേ. എന്നിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങളാണ് ഒരു ചർച്ചയിൽ പറയുന്നത്. നിങ്ങളുടെ മൂത്ത കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ചൊറിഞ്ഞു കയറുന്ന എനിക്ക് 2-3 ആഴ്ചക്ക് മുമ്പ് താങ്കളുടെ ഒരു പ്രസംഗത്തിന് പുറത്ത് വിദ്വേഷ പ്രസംഗത്തിന് താങ്കൾക്കെതിരെ കേസുണ്ട്. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. താങ്കൾക്കെതിരെ വരെ കേസുണ്ട്. എന്നിട്ടാണ് ഈ ചർച്ചയിൽ വന്നിട്ട് എന്നെ കൂടെ അധിക്ഷേപിക്കുന്നത്. തലയ്ക്ക് സുഖമില്ലാണ്ട എന്താ ചെയ്യാ അയാൾക്ക്? അല്ലല്ല, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. പെണ്ണുപിള്ള മര്യാദ സംസാരിക്കണം കേട്ടോ. വാക്കുകൾ ഉപയോഗിക്കരുത്. അല്ലല്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല. പരിധി കടന്നുള്ള പ്രയോഗങ്ങളിലേക്ക് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയൊന്നും ഇവിടെ ഒന്ന് പറയരുത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഷമാ മുഹമ്മദിന് മേൽ അവരുടെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അവർക്കെതിരെ കേസുണ്ട്. ഞങ്ങൾ ഒരിക്കലും അവർ നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അക്രമം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ഒന്നിനപ്പുറത്ത് വേറെ, ഇത് കഴിഞ്ഞാൽ വേറെ. ആ കേസുമായി ബന്ധപ്പെട്ട് അവരുമായി മൊഴിയെടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. കേസ് ചാർജ് ചെയ്തിരിക്കുന്നതിന്റെ FIR നമ്മളെല്ലാം കണ്ടതാണ്. താങ്കൾക്കെതിരെ വരെ കേസുണ്ട്. എന്നിട്ടാണ് ഈ ചർച്ചയിൽ വന്നിട്ട് എന്നെ കൂടെ അധിക്ഷേപിക്കുന്നത്. ചർച്ചയിൽ ഒപ്പം വന്നിരിക്കുന്ന ആളിനെ തെമ്മാടി എന്ന് വിളിക്കുകയും ചെയ്തത് കോൺഗ്രസിന്റെ സംസ്കാരമാണോ, കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണോ? അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല. അതിമനോഹരമായി സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള, അബിൻ വർക്കിയെ പോലെയുള്ള എത്രയോ നേതാക്കന്മാർ നിങ്ങൾക്കുണ്ട്. ഭഗവാനെ, എന്റെ കഷ്ടകാലത്തിന് ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയത്. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.